നമസ്കാരം. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണ്ട് 2006 ഞാൻ പത്രത്തിൽ കണ്ട ഒരു ന്യൂസാണ്. ആ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവനന്തപുരത്തു നിന്നോ മറ്റോ അപ്പൻ മകളെ ബാംഗ്ലൂരിൽ പഠിക്കാൻ ട്രെയിൻ കയറ്റി വിട്ടാണ്. മകൾ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോയി, ട്രെയിനിന് പോയി. ഏതാണ്ട് വൈകിട്ടായപ്പോൾ അപ്പന് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഫോൺ കോൾ വരികയാണ്. അതായത്, നിങ്ങളുടെ മകൾ ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു അപ്പനെ സംബന്ധിച്ചോളം വളരെ ഞെട്ടിക്കുന്നൊരു ന്യൂസായിരുന്നു. ആരോ പറ്റിക്കാൻ വിളിച്ചതാണെന്ന് കരുതിയിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു, ദേഷ്യപ്പെട്ട് കട്ട് ചെയ്തു. വീണ്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു, ഇതേ സംഭവം പറഞ്ഞു. അയാൾ വീണ്ടും പോലീസ് കട്ട് ചെയ്തു. അങ്ങനെ ഈ പോലീസുകാരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിയുടെ മൊബൈലിലുള്ള മറ്റൊരു നമ്പറിലേക്ക് വിളിച്ചു. അത് ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരൻ്റെ നമ്പറായിരുന്നു. ആ നമ്പറിലുള്ള പയ്യനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരണം, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ പയ്യൻ ചാലക്കുടി ചെന്ന് അവർ മോർച്ചറിലേക്ക് കൊണ്ടുപോയി ഈ പെൺകുട്ടിയുടെ ബോഡി കാണിച്ചു. അവനത് ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം ഈ പയ്യൻ ഈ അപ്പനെ വിളിച്ച് പറഞ്ഞ് അപ്പനെ വരുത്തിച്ചു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൻ ബാംഗ്ലൂരിലേക്ക് മകളെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറ്റി വിട്ടെന്നുള്ള സത്യം തന്നെയാണ്. 1-2 സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ബാഗ് എടുത്തിറങ്ങി അവിടെ കാമുകനോടൊപ്പം ബൈക്കിൽ ബാംഗ്ലൂരിലേക്ക് പോയി. ഇവർ പോയ വഴിക്ക് ചാലക്കുടി അടുത്തങ്ങാണ്ടായപ്പോൾ ഒരു ലോറിയുമായിട്ട് ഇടിച്ച് 2 പേര് സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി. ഇത് അന്നത്തെ ഒരു പത്രത്തിൽ വന്നൊരു ന്യൂസാണ്. 2006-2007 സമയമാണെന്ന് തോന്നുന്നു, വർഷങ്ങൾക്ക് മുമ്പ് സംഭവമാണ്. ഇന്നിപ്പോൾ ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു ട്രെയിൻ യാത്ര ചെയ്തപ്പോൾ ഇതേപോലെ ഒരു ഇൻസിഡൻറ്റ്, ഇതേപോലെ ഒരപ്പൻ മകളെ ട്രെയിനകത്ത് കയറ്റി വിട്ടു. ഈ പെൺകുട്ടി ഞാനിരുന്ന കമ്പാർട്ട്മെൻറ്റിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പൻ ടാറ്റയൊക്കെ പറഞ്ഞ് കൊച്ചു മുന്നോട്ട് പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം എന്താ പറയുക, ഒരു കോള് വരുന്നുണ്ട്. അപ്പോൾ അവൾ പറയാണ്, ഞാൻ കയറി, ഞാനിപ്പോൾ ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പെൺകുട്ടി വന്ന് TTR വന്ന് നോക്കുന്നുണ്ട്, ടിക്കറ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് ലോങ് ഒരു ജേർണിയാണ്. 2ാമത്തെ 3ാമത്തെ സ്റ്റോപ്പായപ്പോൾ ഈ പെൺകുട്ടി ബാഗ് എടുത്ത് ഇറങ്ങിപ്പോയി. ഒരു പക്ഷേ കാമുകനായിരിക്കാം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കാമുകൻ തന്നെ ആകും. ഞാൻ ഇന്നത്തെ കുട്ടികളെ കുറ്റപ്പെടുത്തുമോ അല്ലെങ്കിൽ അവരുടെ ആ ചിന്താഗതി ഞാൻ കുറ്റപ്പെടുത്തുമെന്നല്ല. ഒരു ലോങ് ബൈക്ക് ഡ്രൈവ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങൾ എടുക്കുന്ന റിസ്ക് ഭയങ്കര വലുതാണ്. നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ആ ഒരു വിശ്വാസം, ആ കുട്ടിക്കൊന്ന് ഇപ്പം ഞാൻ ഈ കണ്ട കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നല്ല ഇനി പറഞ്ഞു വരുന്നത്. സംഭവിക്കാം, അതിനൊരു ചാൻസ് ഉണ്ട്. അന്നത്തെ പഴയ ഒരു സംഭവം 2006-2007 നടന്ന സംഭവമാണ്. അപ്പനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും. അപ്പൻ്റെ ആ ഒരു മാനസികാവസ്ഥ, മകളുടെ മേൽ വെച്ച വിശ്വാസം, മകൾ നശിപ്പിച്ച് ആ മകൾ ചിലപ്പോൾ തെറ്റായൊരു കാര്യത്തിലൊന്നും ആയിരിക്കത്തില്ല. കൂട്ടുകാരനുമായിട്ട് ഒത്ത് ഒരു ബൈക്കിൽ ഒരു യാത്ര, അതായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടത്. പക്ഷേങ്കിൽ ഞാനീ പറയുന്നത് ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികളോടാണ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ അപ്പനും അമ്മയും വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പക്ഷേ വിളിക്കുമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ചിലപ്പോൾ പോകുന്നു, കുറച്ച് കഴിയുമ്പോൾ അപ്പം വിളിക്കും, മോളെ എന്ത് ചെയ്യേ, യാത്രയുടെ സുഖമാണോ? അപ്പോഴും നിങ്ങൾ പറയുകയാണ്, എല്ലാ യാത്ര സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. എവിടെ നിങ്ങളിരിക്കുന്ന ട്രെയിനകത്താണ്, അല്ല, അപ്പനെ പറ്റിക്കുകയാണ്. അപ്പനെ ഓരോ നിമിഷം നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പല വീട്ടിലും പല പെൺകുട്ടികളും ആൺകുട്ടികളും പേരൻസിനെ ദിവസേന അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അല്ല മണിക്കൂറുകൾക്കുള്ളിൽ പറ്റിച്ചാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്താ പറയുക, തീരാത്ത കടങ്ങളാണ്. ഇതിപ്പം ഞാൻ പറയുമ്പം ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അത് അവർ മനസ്സിലാക്കിക്കോളും. അത് ആ ഒരു പ്രായമാകുമ്പോൾ. ഒരു പക്ഷേ ഞാൻ ചെറുപ്പകാലം ഇരുന്ന സമയത്ത് എന്നോട് പറഞ്ഞാലും ചിലപ്പോൾ ഞാനത് അംഗീകരിക്കത്തില്ല. പക്ഷേ ഇന്ന് എനിക്കിന്നൊരു മകളുണ്ട്, അവൾ വളർന്നു വരുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാർക്ക് ചെറിയ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ പ്രായമായ കുട്ടികളുണ്ട്. ഇവരൊക്കെ ഉള്ള കൺസേൺ ഇതാണ്. മക്കളോട് അപ്പനും അമ്മയും പറയുന്നതല്ല, അപ്പനും അമ്മയും പറ്റിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ശരിയാവുകയല്ല. നിങ്ങൾ ഇങ്ങനത്തെ രീതിയിലേക്ക് പോകല്ലേ. ഇന്നും ഇത്തരം കുട്ടികൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. ഞാൻ വ്യക്തമായൊരു കണ്ടൊരു സംഭവം ആയതുകൊണ്ടാണ് ഈ ഒരു സംഭവം നിങ്ങളോട് പറഞ്ഞത്. താങ്ക് യു.